ഉണ്ടായിരുന്നു. എങ്ങനെയാ ഇതിലേക്ക് വരാനുണ്ടായ ആ ഒരു പെട്ടെന്ന് രമ്യനോട് ഇതിന്റെ നമ്മുടെ സപ്ലിമെന്റ്സിനെ കുറിച്ച് പറഞ്ഞു. വെസ്റ്റേജിന്റെ സപ്ലിമെന്റ്സ് ഉണ്ട് ചേച്ചി, എനിക്കത് കഴിച്ചിട്ടാണ് എനിക്ക് സുഖപ്പെട്ടതെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ അപ്പൊ അവള് എന്നോട് അതിന്റെ കുറച്ച് പുസ്തകങ്ങൾ തന്നു. അപ്പൊ ഞാനത് കുറച്ചൊക്കെ ഒന്ന് ഗൂഗിളിലൊക്കെ ഒന്ന് നോക്കി, മോളും നോക്കി. അപ്പൊ അവളോട് പറഞ്ഞു അമ്മ അത് കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നണെന്ന് പറഞ്ഞു. പിന്നെ രമ്യനെ എനിക്ക് ഞാൻ അധികം അങ്ങോട്ട് പരിചയമില്ലാന്നുണ്ടെങ്കിലും ആ കുട്ടി പറഞ്ഞത് ഞാനങ്ങ് വിശ്വസിച്ചു. ഞാൻ സപ്ലിമെന്റ്സ് വാങ്ങിച്ചു കൊടുത്തു. ആദ്യത്തെ മാസം ഫസ്റ്റ് റിസൾട്ട് കിട്ടി, സെക്കൻഡില് രണ്ടാമത്തെ മാസം ഫുള്ളായിട്ട് റിസൾട്ട് കിട്ടി. മോൾക്ക് പെയിനോ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ സുഖമായിട്ട് അവളുടെ സ്റ്റഡിയൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. അതുപോലെ എനിക്ക് ഇയർ ബാലൻസിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു, അതുപോലെ മൈഗ്രെയിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ നമ്മുടെ CMD ഫ്ലാക്സോയിലൊക്കെ കഴിച്ചു. അപ്പൊ എന്റെ കാര്യങ്ങളും സുഖമായിട്ട് പോകുന്നു, പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ. ഓക്കെ, അപ്പൊ നമ്മള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഡക്റ്റ് ഉപയോഗിക്കാനായിട്ട് വന്നതാണ് ശരിക്കും പറഞ്ഞാൽ, അല്ലെ? ശരിയല്ലേ? അതെ അതെ അതെ. ഓക്കെ, അപ്പൊ പ്രോഡക്റ്റ് ഉപയോഗിക്കാനായിട്ട് വന്ന നിങ്ങളുടെ അടുത്ത് ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച്, ഈ ഇപ്പൊ ശനിയാഴ്ചത്തെ പ്രോഗ്രാമിനെ കുറിച്ചല്ല, അത് മാത്രമല്ല പല പ്രോഗ്രാമിനെ കുറിച്ചും പറയുന്നുണ്ടല്ലോ. അപ്പൊ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് എന്താ തോന്നിയത്? രമ്യ ആദ്യം എന്നോട് പറഞ്ഞത് നമ്മളിവിടെ ആഴ്ചയില് ഇവിടെ ബുധനാഴ്ച നമ്മളിവിടെ CEO ഉണ്ട്, ബുധനാഴ്ച ദിവസങ്ങൾ 2 മാസം ലീഡർഷിപ്പ്. അപ്പൊ ചേച്ചി 4 പ്രാവശ്യം വരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഓക്കെ, ഈവനിങ്ങിലാണല്ലോ, ഓക്കെ ഞാൻ വരാന്ന് പറഞ്ഞു. ഞാൻ പോയി. അപ്പൊ അവിടെ ചെന്ന മാഷിന്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞത് കേട്ടപ്പോ ഓക്കെ നമുക്കൊന്നൊന്ന് കണ്ടിന്യൂ ചെയ്യാം. പിന്നെ നമ്മുടെ പ്രൊഡക്റ്റിന് വേണ്ടി കാശ് നമ്മളാണല്ലോ ഇറക്കുന്നത്. അപ്പൊ അതിന്റെ റിട്ടേൺ തീർച്ചയായിട്ടും നമുക്കാണല്ലോ കിട്ടേണ്ടത്. വേസ്റ്റേജ് അങ്ങനെ റിട്ടേൺ ആൾക്കാർക്ക് കൊടുക്കുമ്പോ അപ്പൊ നമ്മളെന്തിനത് വെക്കണം. പിന്നെ അത് മാത്രല്ല, നല്ല ആരോഗ്യം ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റും. പിന്നെ അതിലൂടെ ആൾക്കാർക്ക് ഒരു വരുമാനം കൊടുക്കാനും പറ്റും. അതൊക്കെ ആലോചിച്ചപ്പോ നല്ലതാണെന്ന് തോന്നി. അപ്പൊ അതിൽ കണ്ടിന്യൂ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഈ ശനിയാഴ്ച നടക്കുന്ന പ്രോഗ്രാമിനെ കുറിച്ച് മാഷാണോ പറഞ്ഞത്? എങ്ങനെയാണ് അതിലേക്ക് എത്തിപ്പെട്ടത്? മാഷ് അതിങ്ങനെ ഇറക്കിട്ട് ഞാൻ ഓരോ ഇതിലേക്ക് നമുക്ക് പ്ലാൻ കൊടുക്കാനായിട്ട് നമ്മുടെ മാഷ് കൊണ്ടുപോകാറുണ്ട്. അപ്പൊ അങ്ങനെ മാഷ് ഇങ്ങനെ പറഞ്ഞിരുന്നു അങ്ങനെ ശനിയാഴ്ച മീറ്റിംഗ് ഉണ്ട്, അപ്പൊ നമുക്ക് എല്ലാവർക്കും പോണം. അപ്പോ ആ സമയം എനിക്ക് കംഫർട്ടബിൾ ആണ്, കാരണം കാലത്ത് 9 മണി തൊട്ട് വൈകിട്ട് 5 മണി വരെ പ്രശ്നമില്ലാത്ത സമയമാണ്. ഞാനപ്പോ മാഷ പോവാൻ ഞാനുണ്ട്, ഞാൻ വരാന്ന് പറഞ്ഞു. പിന്നെ അതിനിടയിൽ പറ്റിയൊരു കാര്യം, വെള്ളിയാഴ്ച ഇച്ചിരി BP കൂടി ഹോസ്പിറ്റലിലായിരുന്നു. 2 പ്രാവശ്യം ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു. അപ്പൊ പിറ്റേ ദിവസം പോവാൻ പറ്റില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷെ ഞാൻ എന്നാലും മോളെയും കൂടെ കൂട്ടിയിട്ട് മാഷിന്റെ കാറില് മാഷ് ഞങ്ങൾ അവിടേക്ക് കൊണ്ടുവന്നു. ഓക്കെ, മാഷ് പറഞ്ഞ സമയത്ത് റിനി മാഡത്തിന് ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് എന്താ തോന്നിയിരുന്നത്? ഞാൻ ഇതിനു മുന്നേ ഇവിടെ 1-2 പ്രോഗ്രാമുക്ക് തൃശ്ശൂർ വന്നിട്ടുണ്ട്. നമ്മളുടെ രാഘവൻ സാറിന്റെ അറ്റൻഡ് ചെയ്യാൻ വന്നിട്ടുണ്ട്. അന്ന് ഞാൻ ഇയർ ബാലൻസ് വെച്ചിട്ടാണ് വന്നത്. അന്ന് അതേപോലെ തന്നെ എനിക്കൊരു കൂട്ടിന് വേണ്ടിയിട്ട് മോളെ കൊണ്ടാണ് വന്നത്. അപ്പൊ അന്ന് ക്ലാസ്സിൽ ഞാൻ രാഘവൻ സാറിനോട് കുറച്ച് പ്രൊഡക്റ്റിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇയർ ബാലൻസിന്റെയും മൈഗ്രെയിന്റെ കാര്യങ്ങളെ കുറിച്ച്, കിഡ്നിസ്റ്റോണിയൊക്കെ. അപ്പൊ അതിനൊക്കെ എനിക്ക് സപ്ലിമെന്റ്സ് സാറ് പറഞ്ഞു തന്നിരുന്നു. പിന്നെ ഞാൻ അവിടെ അതിനുശേഷം ചൊവ്വാഴ്ചകളിൽ മീറ്റിംഗ് ഉണ്ടാവാറുണ്ടല്ലോ. അപ്പൊ 1-2 പ്രാവശ്യം ഞാൻ അതിന് വന്നിട്ടുണ്ട്. അപ്പൊ പിന്നെ ഞാൻ ചോദിച്ച ചോദ്യം, ശനിയാഴ്ചത്തെ പ്രോഗ്രാമിനെ കുറിച്ച് ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പുണ്ടായിരുന്ന കാഴ്ചപ്പാട് എന്താണ്? അല്ലെങ്കിൽ എന്ത് കണക്കാക്കിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്? പ്രോഗ്രാം എന്നായിരിക്കുന്നത് നമുക്കറിയാം, കാരണം നമ്മുടെ അപ്ലയൻസ് ഒക്കെ പറയുമ്പോൾ പ്രോഗ്രാം എന്നായിരിക്കും. പക്ഷെ എന്നാലും അവിടെ എന്താണ് ഉണ്ടാവുക, അല്ലെങ്കിൽ അങ്ങനെ വല്ല എന്തുണ്ടായിരുന്നു എന്ന് അറിയാനാ ചോദിക്കും. ഉണ്ണി സാറ് അതേപോലെ കുറച്ച് അത്യാവശ്യം വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ വരുന്നുണ്ട് എന്നുള്ളത് അറിയായിരുന്നു. അപ്പൊ അവരുടെ ആ സക്സസ് നമുക്ക് ഏത് വഴിയിലൂടെയാണ് അവർ നീങ്ങിയപ്പോ അവർക്ക് സക്സസിലേക്ക് എത്തിപ്പെടാനായിട്ട് പറ്റിയത് എന്നുള്ളത് നമുക്കറിയാലോ. അപ്പൊ അതെന്തായാലും നമുക്ക് അവിടെ നിന്ന് അത്യാവശ്യമായിട്ടുള്ളത് എന്തായാലും കിട്ടുമെന്ന് അറിയാം. ആ ഒരു ഉറപ്പിൽ തന്നെയാണ് വന്നത്. അത് നമുക്ക് കിട്ടും ചെയ്യും. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ആദ്യത്തെ അപ്പൊ പ്രോഗ്രാമിൽ വരുന്നതിന് മുമ്പുള്ള നമ്മളുടെ ഒരു മാനസികാവസ്ഥയാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്. ഓക്കെ, ആ പ്രോഗ്രാമിലേക്ക് വന്ന സമയത്ത് ആദ്യം തന്നെ സുധി സാറിന്റെ പ്രോഗ്രാം ആയിരുന്നു. അദ്ദേഹം ഡ്രീമിനെ കുറിച്ച് എല്ലാവരും പരിചയപ്പെട്ടതിന് ശേഷം അദ്ദേഹം ഡ്രീമിനെ കുറിച്ചൊക്കെ ഗോളിനെ കുറിച്ചൊക്കെ അദ്ദേഹം ബ്രീഫായിട്ടൊരു പ്രോഗ്രാം ചെയ്തു. വളരെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക്
നമ്മുടെ അനീഷ് സാറ്, തിരൂരിൽ നിന്ന് അനീഷ് സാറ് ഒരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് എത്രത്തോളം ഉൾക്കൊള്ളാനായിട്ട് പറ്റും? സാറ് ഇതേപോലെ നമ്മുടെ CEP-യുടെ കാര്യമാണ് സാറ് കൂടുതലായിട്ട് പറഞ്ഞതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പൊ അത് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടതിന്റെ ആവശ്യകതയും നമ്മളുടെ ഡൗൺലൈൻസിനെ കൊണ്ട് അത് അറ്റൻഡ് ചെയ്യേണ്ടതിന്റെ ആവശ്യകതയും നമ്മളുടെ പകുതി കാര്യങ്ങള് നമുക്ക് അതിലൂടെ തന്നെ നമുക്ക് പഠിക്കാൻ പറ്റും. എന്താണ് നമ്മൾ ബിസിനസ്സിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങള്, നമുക്ക് അത് എന്തൊക്കെ നമുക്ക് പഠിച്ചത് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ കൂടുതലും നമുക്ക് ഈ CEP-യിലൂടെ കിട്ടുമെന്ന് അനീഷ് സാറ് പറഞ്ഞു തന്നു. പിന്നെ അതിനുശേഷം പിന്നെ ഉണ്ണി സാറിന്റെ ക്ലാസ്സിലായിരുന്നു. അപ്പൊ ഈ CPA പ്രോഗ്രാമിനെ സംബന്ധിച്ച് സംസാരിച്ച സമയത്ത് ഒന്ന് രണ്ട് പേരെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ശ്രീകല മാഡം, പിന്നെ എന്താ ശ്രീജ, പിന്നെ അങ്ങനെ രണ്ടു മൂന്ന് പേരെ വിളിച്ചിട്ടുണ്ടായിരുന്നുണ്ട്. അപ്പൊ അവരുടെയൊക്കെ എക്സ്പീരിയൻസ് കണ്ടു കഴിഞ്ഞപ്പോ നമ്മളിപ്പോ സ്ഥിരമായിട്ട് പ്രോഗ്രാം അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണല്ലോ. അപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് നമുക്ക് ഇതിന് റിസൾട്ട് എടുക്കാൻ പറ്റും എന്നുള്ളതൊക്കെ ആ ഒരു കോൺഫിഡൻസ് കിട്ടിയോ? അവരുടെ എക്സ്പീരിയൻസ് കേട്ടപ്പോ എനിക്ക് തോന്നി. കാരണം ഞാൻ മിറക്കിൾ മോർണിംഗ് ഞാൻ അറ്റൻഡ് ചെയ്യൽ വളരെ കുറവാണ്. കാരണം ഞാൻ എന്നും ഞങ്ങൾക്ക് കുർബാന പള്ളിയില് ആ സമയത്താണ് 5:45 തൊട്ട് 6:30 വരെ ഞങ്ങൾക്ക് ആദ്യത്തെ കുർബാനയുടെ സമയമാണ്. അപ്പൊ ഞാൻ മുടങ്ങാതെ തന്നെ കൊണ്ട് വിശുദ്ധ ബലിക്ക് പോകുന്നുണ്ട്. അപ്പൊ മിക്കവാറും ദിവസങ്ങളിൽ എനിക്ക് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റാറില്ല. പിന്നെ വൈകിട്ട് പരിപാടികളുള്ളപ്പോഴാണ്, കുർബാനയ്ക്കുള്ളപ്പോഴാണ് ഞാൻ മിറക്കിൾ മോർണിംഗിൽ ജോയിൻ ചെയ്യാറ്. പക്ഷെ 6:30 പ്രോഗ്രാം കഴിയുമ്പോ 6:00 കുർബാന കഴിയുമ്പോ 6 നമുക്ക് 7 മണി എന്തായാലും പങ്കെടുത്തൂടെ? അപ്പൊ 6:30 കുർബാന കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് ഞാൻ പലപ്പോഴും കയറാനായിട്ട് നോക്കുമ്പോഴേക്കും കുറച്ച് സമയമാണ് കിട്ടാറുള്ളത്. പിന്നെ അപ്പോഴേക്കും ക്ലോസിംഗ് സെക്ഷൻ ആവും. ഇല്ല, ഞാൻ ഇത് ചോദിക്കണ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മൾക്ക് ആ ഒരു CEP പ്രോഗ്രാമിനെ സംബന്ധിച്ച് അവര് 2-3 പേരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത് കഴിഞ്ഞപ്പോ അതിൽ പ്രത്യേകിച്ച് ശ്രീകല മാഡം പറഞ്ഞു, ഒരു ദിവസം എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവിടെ എന്താ പറയാ ആ ഒരു ശ്വാസം മുട്ടാണെന്ന് പറഞ്ഞു. അല്ലേ, പറഞ്ഞില്ലേ? അപ്പൊ ആ തരത്തിലുള്ള ഒരു ഫീലിംഗ് നമുക്ക് ഉണ്ടാവാനായിട്ട് സാധിച്ചാലാണ് ശരിക്കും പറഞ്ഞാൽ ഈ CEP പ്രോഗ്രാം നമ്മുടെ ഉള്ളിലേക്ക് കയറി എന്ന് പറയാൻ പറ്റുള്ളൂ. ഞാൻ മാഡത്തിനെ വേണ്ടിയിട്ടല്ല ഞാൻ ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു പോയിന്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മൾക്ക് അതൊരു പാഷനായിട്ട് മാറിക്കഴിയുമ്പോ, ഈ ഒരു മോർണിംഗ് പ്രോഗ്രാം നമ്മുടെ പാഷനായിട്ട് മാറുമ്പോ ആണ് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കൂടെ വരുന്ന ആൾക്കാരും അത് പാഷനായിട്ട് എടുക്കുള്ളൂ. അതിലേക്ക് ഇപ്പൊ കുർബാനയൊന്നും പോകണ്ട കേട്ടോ, നിങ്ങൾ ഇത് അറ്റൻഡ് ചെയ്യൂട്ടോ അങ്ങനെയൊന്നും ഞാൻ പറയില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും ഓക്കെ 10 മിനിറ്റ് മിസ്സിംഗ് ആണ്, ഓക്കെ. പക്ഷെ ഞാൻ 6:30 തന്നെ കയറിയിരിക്കും. 6:30 അവിടെ ഫ്രീ ആകുമ്പോ തന്നെ ഞാൻ കയറിയിരിക്കും. അപ്പൊ തന്നെ ഞാൻ വീഡിയോ ഓൺ ആക്കാനായിട്ട്, അല്ലെങ്കിൽ മറ്റെന്താ പറയാ, ഇതിന്റെ പ്രോഗ്രാമിൽ കയറാനായിട്ടുള്ള ഒരു സ്റ്റെപ്പ് എടുക്കാനായിട്ട് ഞാൻ വെറുതെ ഒരു സജഷൻ പറയണത് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിൽ കൂടെ ഓട്ടോമാറ്റിക്കായിട്ട് എന്ന് വെച്ചാൽ ഇപ്പൊ വീട്ടിൽ എത്തിയിട്ട് റിലാക്സ് ചെയ്തിട്ട് നമ്മൾ കയറുമ്പോൾ ചിലപ്പോൾ 10 മിനിറ്റേ കിട്ടുള്ളൂ. അതേ സമയത്ത് നമ്മള് എനിക്ക് കുർബാന കഴിഞ്ഞ ഉടനെ നമുക്ക് കയറണം എന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് എത്തി. അത് കയറുമ്പോ അത്രയും സമയം എനിക്ക് കിട്ടുമല്ലോ എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ എടുക്കുകയാണെങ്കിൽ ഓക്കെ. അപ്പൊ ഞാൻ സംസാരിച്ചു വന്ന പോയിന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, CEP പ്രോഗ്രാമിന്റെ ആ വാല്യൂ, ഇമ്പോർട്ടൻസ് മനസ്സിലായല്ലോ? മനസ്സിലായി. ഓക്കെ. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നിങ്ങൾക്ക് കാര്യങ്ങൾ പഠിക്കാനായിട്ട് സാധിക്കുന്നത് മാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ വരുന്ന ആൾക്കാരെ പഠിപ്പിക്കാനും എളുപ്പമുണ്ട്. ഇതൊക്കെ നമ്മൾ തന്നെ പഠിപ്പിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ എത്ര പണിയുണ്ടെന്ന് ചിന്തിച്ചു നോക്കൂ. ആ സംഗതിയാണ് നമുക്ക് ഇത്ര എളുപ്പത്തില്, കാരണം അവിടെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഡൗൺലൈനും നമ്മുടെ അപ്ലൈനെയും സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് കിട്ടുന്ന ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ്. ഡെയിലി ബേസിസിൽ നമുക്ക് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണ് ഈ CEP പ്രോഗ്രാം എന്ന് പറയുന്നത്. അത് അനീഷ വളരെ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. യെസ് ഓർ നോ? പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ അതാണ് ആ ഒരു പോയിന്റിലേക്ക് എത്തിക്കാൻ വേണ്ടിട്ട് പറഞ്ഞതേ ഉള്ളൂ. മാഡത്തിന് പറ്റുന്ന രീതിയിൽ മാക്സിമം അതിന് ഇൻവോൾവ് ചെയ്ത് അതിൽ ഉണ്ടാവാനായിട്ട് നോക്കുക.
പള്ളിയിലേക്ക് പോകുമ്പോ എനിക്ക് മൊബൈലും കൂടെ കൊണ്ടുപോവാണെങ്കിൽ കുർബാന ഇറങ്ങി എനിക്കത് കേട്ടോണ്ട് വരാലോ. ഈ മാറ്റങ്ങളൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഇൻവോൾവ് ചെയ്യാലോ. അതാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഓക്കെ, എനിവേ ആ വിഷയം നമ്മളിപ്പോ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തൊരു വിഷയം നമുക്ക് ഉണ്ണി സാറിന്റെ പ്രോഗ്രാമിനെ സംബന്ധിച്ചിട്ടാണ്. ഉണ്ണി സാറിന്റെ പ്രോഗ്രാം ശരിക്കും പറഞ്ഞാൽ ഞാൻ നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ മെക്കാനിക്സ് എന്ന് പറയും. മെക്കാനിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മളിപ്പോ ഈ ഒരു ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഫീൽഡിൽ ഇറങ്ങുന്ന സമയത്ത് നമ്മളുടെ മനസ്സിലുണ്ടാവേണ്ട കാര്യങ്ങൾ, നമ്മുടെ കാഴ്ചപ്പാട്, ഈ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള എങ്ങനെ ഒരാളുടെ അപ്പോയിന്റ്മെന്റ് എടുക്കണം, എങ്ങനെ ഒരാളടുത്ത് സംസാരിക്കണം, അങ്ങനെയുള്ള ലിസ്റ്റ് എങ്ങനെ ബിൽഡ് ചെയ്യണം, ഇങ്ങനെയുള്ള മെക്കാനിക്സ് ആണ് അദ്ദേഹം സംസാരിച്ചത്. ഓക്കെ, അപ്പൊ ആ ഒരു വിഷയത്തെ സംബന്ധിച്ച് എന്താണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും? അപ്പൊ അതിലേക്ക് ആദ്യം എനിക്ക് കൂടുതലായിട്ട് മനസ്സിലായത് എങ്ങനെ ഒരു അപ്പോയിന്റ്മെന്റ് ഫോണിലൂടെ എടുക്കണം. അപ്പൊ അതിൽ തന്നെ എന്തൊക്കെ നമുക്ക് ചോദിക്കാൻ പാടുണ്ട്, എന്തൊക്കെ ചോദിക്കാൻ പാടില്ല, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കത് മനസ്സിലായി. പിന്നെ അത് എക്സാമ്പിൾ സഹിതം കുറച്ച് പേരൊക്കെ വിളിച്ചിട്ട് സാർ അവിടെ നമുക്കൊന്ന് കാണിച്ചു തരുകയും ചെയ്തല്ലോ, അപ്പൊ എങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കണ്ടെന്നുള്ളത്. പിന്നെ ഉള്ളത് ഒരാളുടെ മന്ത്ലി ഇൻകം വെച്ചിട്ട് ഒരു കാൽക്കുലേഷൻ കാണിച്ചു തന്നല്ലോ സാറ്. പിന്നെ അതില് ലാസ്റ്റ് ആൾ എത്തി നിന്നത് 1% ചെയ്താല് എത്രയിലേക്ക് എത്തും, അങ്ങനെ ആ രീതിയിലുള്ള ആളത് എത്തിച്ചേർന്നത്. അത് കണ്ടപ്പോ നമുക്കത് ഒട്ടുമിക്ക ആൾക്കാർക്കും അത്, അതായത് എനിക്ക് അത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തിലേക്ക് എത്താൻ പറ്റി. ഓക്കെ, അപ്പൊ അതില് നമ്മളെ ലിസ്റ്റ് ബിൽഡ് ചെയ്യണ സമയത്ത് ഒക്കെയുള്ള കുറെ ചില സമയത്ത് ചില പോയിന്റുകൾ സാറ് വളരെ എടുത്ത് പറയുന്നുണ്ട്. അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്യണ സമയത്ത് ആദ്യം നമ്മളൊരാളെ ഫോൺ കോളിൽ വിളിക്കണ സമയത്ത്